തോട്ടങ്ങളിലും അരുവികളിലുമായിരിക്കും. ആഖിരീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. അവർക്ക് അവരുടെ രക്ഷിതാവ് നൽകിയതൊക്കെ അവർ ഏറ്റുവാങ്ങും. തീർച്ചയായും അവർ അതിനു മുമ്പ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായിരുന്നു. അവർ രാത്രികളിൽ അല്പസമയം മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. അതായത് തഹജ്ജുദ് നമസ്കരിക്കുന്നവരായിരുന്നു അവർ. രാത്രിയുടെ അവസാന ഭാഗമായാൽ അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ഈ കർമ്മം, ഈ സ്വലാത്ത് പൂർത്തീകരിക്കും. അതായത് നമസ്കരിച്ചതിന് ശേഷം, സൽക്കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം അവർ ആഹ്ലാദിക്കുന്നില്ല, അഹങ്കരിക്കുന്നില്ല. കുറവുകൾക്ക് അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടാണ് ഈ കർമ്മങ്ങളെ അവർ പൂർത്തീകരിക്കുക. ഇവരുടെ സമ്പത്താകട്ടെ അതിൽ ചോദിച്ചു വരുന്നവനും കയ്യിലൊന്നുമില്ലാത്തവനും അതിൽ അവകാശമുണ്ട്. ഇവരാണ് മുത്തഖീങ്ങൾ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുത്തഖീങ്ങൾക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ. മുത്തഖീങ്ങൾ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ തീർച്ചയായും നിർഭയമായ വാസസ്ഥലത്തിലായിരിക്കും. അതായത് ആഖിറത്തിൽ അവരുടെ കാര്യം നിർഭയമായിരിക്കും. അവർ ഭയക്കേണ്ടതില്ല. മസലുൽ ജന്നത്തി അല്ലതി വഅദൽ മുത്തഖൂൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ ഉഖ്ലുഹാ ദാഇമുൻ വദില്ലുഹാ തിൽക ഉഖ്ബൽ ലദീന തഖവൂ വഉഖ്ബൽ കാഫിരീന അൻ-നാർ. മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ ഉപമ ഇതാണ്. അതിൻ്റെ താഴിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അതിലെ കനികളും തണലും ശാശ്വതമായിരിക്കും, എന്നേക്കും നിലനിൽക്കുന്നതായിരിക്കും. ദൈവഭക്തന്മാരുടെ മടക്കം, മുത്തഖീങ്ങളുടെ മടക്കം അവിടേക്കാണ്. സത്യനിഷേധികളുടെ ഒടുക്കം നരകത്തിലേക്ക്. قل يا عبادي الذين اتقوا ربهم للذين احسنوا في هذه الدنيا حسنة. പറയുക, എൻ്റെ വിശ്വാസികളായ ദാസന്മാരെ, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് ഭക്തി പുലർത്തുക. സൽക്കർമ്മം ചെയ്യുന്നവർക്ക് ഇവിടെ വെച്ച് തന്നെ അതിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. അതായത് ഈ ദുനിയാവിൽ തന്നെ അല്ലാഹു തഖ്വയുടെ പ്രതിഫലം നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുടെ പ്രതിഫലം ഈ ദുനിയാവിൽ തന്നെ നൽകും എന്ന് വിശുദ്ധ ഖുർആനിൽ വാഗ്ദാനം ചെയ്യുക. എന്താണ് തഖ്വയ്ക്കുള്ള പ്രതിഫലം? ഈ ദുനിയാവിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ, അതിലേറ്റവും വലിയ പ്രതിഫലം മഅിയ്യത്തുള്ളയാണ്. അല്ലാഹു നമ്മുടെ കൂടെയുണ്ടാകും എന്നുള്ളതാണ്. വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കുക, അല്ലാഹുവിനെ സൂക്ഷിക്കുക, അറിയുക, അല്ലാഹു അവനെ സൂക്ഷിക്കുന്നവർക്കൊപ്പമാണ്. അല്ലാഹു, നമ്മൾ മുത്തഖിയാണെങ്കിൽ, നമുക്ക് തഖ്വയുണ്ടെങ്കിൽ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുണ്ടാകും എന്നുള്ളതാണ്. ഇതിലും വലിയ പ്രതിഫലം എന്താണ്? നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരമുണ്ടാകും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്, അവൻ അല്ലാഹു ഒരു രക്ഷാമാർഗം ഉണ്ടാക്കി കൊടുക്കും. അവന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. എന്തിൽ നിന്നാണ് അല്ലാഹു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടില്ല. കാരണം എന്തിൽ നിന്നും അല്ലാഹു അവന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം തഖ്വയാണ് എന്നാണ് നമ്മൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും, നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റണം, തഖ്വയുണ്ടാക്കണം. എന്നാൽ അല്ലാഹു നമുക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. അല്ലാഹു നമുക്ക് റിസ്ക് നൽകും. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ തഖ്വയുണ്ടാക്കണം, അല്ലാഹു നമുക്ക് പരിഹാരം നൽകും. വിവാഹത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ തഖ്വയാണ്.
ഒരാൾ ഡിവോഴ്സായി, അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഒരു യുവതി ഡിവോഴ്സായി, അവളുടെ ജീവിതം അവസാനിച്ചു പോയി എന്നൊക്കെ ശൈത്താൻ തോന്നിക്കുകയാണ്. അവൾക്കിനി ഒരു ഫ്യൂച്ചർ ഇല്ല എന്ന് ശൈത്താൻ തോന്നിക്കുകയാണ്. അവൾ തഖ്വയുണ്ടാക്കണം, എന്നാൽ അല്ലാഹു പരിഹാരം ഉണ്ടാക്കുന്നത്. അല്ലാഹു അവന്റെ റിസ്ക് നൽകും. മനോഹരമായ ഒരു കഥ പങ്കുവച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മക്കയിൽ സ്വാലിഹായ ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ സ്വാലിഹയായ ഒരു ഭാര്യയും ജീവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ പ്രയാസമാണ് അവരുടെ വീട്ടിൽ. ഒന്നുമില്ല, ഭക്ഷണം പോലും ഇല്ലാതെ. അങ്ങനെ സ്വാലിഹയായ ഭാര്യ പറഞ്ഞു, നിങ്ങൾ പുറത്തുപോയി എന്തെങ്കിലും ഒരു ജോലി അന്വേഷിക്കണം. അങ്ങനെ ഇയാള് മക്കയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. ഒരു ജോലിയും ലഭിച്ചില്ല. അങ്ങനെ അദ്ദേഹം നിരാശനായിക്കൊണ്ട് ഹറമിലേക്ക് പോയി. അയാൾ ആളുകളിൽ നിന്നാണ് നിരാശനായത്, അള്ളാഹുവിൽ നിന്ന് നിരാശനായിട്ടില്ല. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കാൻ അവസാനം മസ്ജിദിലേക്ക് പോയി, ഹറമിലേക്ക്. അങ്ങനെ അദ്ദേഹം ആത്മാർത്ഥമായി ദുആ ചെയ്തു. ദുആ ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു സഞ്ചി കിട്ടി. അതിൽ 1000 ദീനാർ, വലിയ തുകയാണ്. അദ്ദേഹം സന്തോഷത്തോടെ ഇതെടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ സ്വാലിഹയായ ഈ ഭാര്യ ഓർമ്മപ്പെടുത്തി, ഇത് കളഞ്ഞുപോയ സ്വത്താണ്, ഇതിന് പ്രത്യേക റൂൾസ് ഉണ്ട് ഇസ്ലാമിൽ. പ്രത്യേകിച്ച് ഹറമിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. ഇത് നമുക്ക് എടുക്കാൻ ഹലാലല്ല. തിരിച്ചു പോയിക്കൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥനെ നിങ്ങൾ തിരയണമെന്ന് ഭാര്യ പറഞ്ഞു. ഒരു തഖ്വ നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും പ്രയാസമുള്ള ഒരു സാഹചര്യത്തിൽ, ഇത്രയും അധികം സമ്പത്ത് ലഭിച്ചപ്പോൾ, ഇത്രയും വലിയ ഒരു തുക അവരുടെ കയ്യിൽ വന്നപ്പോൾ അവർ അവിടെ അല്ലാഹുവിനെയാണ് ഓർക്കുന്നത്. തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ ഇതെടുത്തുകൊണ്ട് തിരിച്ച് ഹറമിലേക്ക് പോയി. എന്നിട്ട് ഉച്ചയിൽ ഇത് അനൗൺസ് ചെയ്തു, എനിക്കിങ്ങനെ ഒരു സഞ്ചി കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഉടമസ്ഥ അവിടെ ഉണ്ടെങ്കിൽ വന്ന് ഇത് വാങ്ങണം. അപ്പോൾ ഒരാൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഞാനാണ് ഇതിവിടെ വെച്ചത്. സിറിയയിൽ നിന്നൊരാൾ വന്നുകൊണ്ട് എൻ്റെ കയ്യിൽ 10,000 ദീനാർ നൽകി. എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ 1000 ദീനാർ എടുത്തുകൊണ്ട് നീ ഇവിടെ വെക്കണം. അതാരെങ്കിലും എടുത്ത് അത് തിരിച്ചു തരാൻ അതിൻ്റെ ഉടമസ്ഥനെ അന്വേഷിച്ചാൽ ബാക്കി 9,000 ദിർഹമും പറഞ്ഞു കൊടുക്കണം, 9,000 ദീനാർ. അങ്ങനെ ഇയാൾ ബാക്കി തുക എൻ്റെ കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിനക്ക് അല്ലാഹു നൽകിയ ഹലാലായ റിസ്കാണ്, നീ എടുത്തുകൊള്ളുക. ഇത് വേറൊരു ഉദാഹരണമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തഖ്വയുണ്ടാക്കിയാൽ ഇങ്ങനെയുള്ള പല ഉദാഹരണങ്ങളും നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുകയാണ്. എല്ലാ തെറ്റുകുറ്റങ്ങളും കൊടുത്ത് നമ്മളെ അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാണ്. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടുന്ന മുസ്ലിങ്ങൾക്ക് അല്ലാഹു അതിൻ്റെ സഹായം ഇറക്കി കൊടുക്കുമാറാണ്. قولي هذا استغفر الله لي ولكم واخر دعوانا الحمد لله رب العالمين.